वासुदेवाय। ओम नमो भगवते 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 वासुदेवाय। श्रीमद्भागवतम प्रथम स्कंदम परमश्रेयस अध्याയം 16. കാളിയനെ ഭഗവാൻ ശിക്ഷിക്കുന്നു, കൃഷ്ണൻ ശിക്ഷിക്കുന്നു. ശ്ലോകങ്ങൾ 17 മുതൽ 21 വരെ. ശ്ലോകം ചെയ്യുന്നത്: ത്വേന്വേഷമാണാദൈദം കൃഷ്ണം സൂചിതയാ പദൈ ഭഗവല്ലക്ഷണൈ ജഗ്മൂ പദവ്യാം യമുനാതടം. ത്വന്വേഷമാണാദൈദം കൃഷ്ണം സൂചിതയാ പദൈ ഭഗവല്ലക്ഷണൈ ജഗ്മൂ പദവ്യാ യമുനാതടം. തേന്വേഷമാണാദൈദം കൃഷ്ണം സൂചിതയാ പദൈ ഭഗവല്ലക്ഷണൈർജഗ്മൂ പദവ്യാ യമുനാതടം. ഹരേ കൃഷ്ണ. തേ അന്വേഷമാണാദൈദം കൃഷ്ണം സുജിതയാ ത്വദൈ ഭഗവല്ലക്ഷണൈ ജന്മോ പദവ്യായമുനാതടം. പദാനുപദാർത്ഥം: തേ അവർ, അന്വേഷിക്കുന്നവരായിട്ട്, ദയിതം അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട, കൃഷ്ണം ശ്രീകൃഷ്ണൻ, സുജിതയ സൂചിപ്പിക്കുന്ന, പദൈ കാലടിപ്പാടുകളാൽ, ഭഗവത് ലക്ഷണൈ പരമദൈവാത്മ പുരുഷന്റെ സവിശേഷ ലക്ഷണങ്ങളുള്ള, ജഗ്മു പ്രാപിച്ചു, പദവ്യ പാതയിൽ കൂടി, യമുനാ തടം കാളിന്ദി തീരത്തേക്ക്. പദവ്യ പാതയിൽ കൂടി യമുനാ തടം കാളിന്ദി തീരത്തേക്ക്. വിവർത്തനം ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. പരമദൈവാത്മ പുരുഷനായ ഭഗവാന് മാത്രം സവിശേഷമായ അടയാളങ്ങളുള്ള കാലടിപ്പാടുകൾ പിന്തുടർന്ന് തങ്ങളുടെ പ്രിയതമനായ ശ്രീകൃഷ്ണനെ തിരക്കി പുറപ്പെട്ട വ്രജവാസികൾ യമുന തീരത്തെത്തിച്ചേർന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 18. തേ തത്രാബ്ജാം യവാംകുശാശിനി ധജോപപർണാനി പദാനി വിശ്വപദേ മാർഗേ ഗവാം അന്യാം പദാന്തരാന്തരേ നിരീക്ഷമാണാ യയുരംഗ സത്വരാ. തേ തത്രാബ്ജ യവാംകുശാശിനി ധജോപപന്മാനി പദാനി വിശ്വപദേ മാർഗേ ഗവാം അന്യപദാന്തരാന്തരേ നിരീക്ഷമാണാ യയുരംഗ സത്വരാ. തേ തത്രാബ്ജാം യവാംകുശാശനീം ധജോപപന്നാനി പദാനി വിശ്വപദേ മാർഗേ ഗവാം അന്യപദാന്തരാന്തരേ നിരീക്ഷമാണാ യയുരംഗ സത്വരാ. വത്സലമാജി. വത്സലമാജി മ്യൂട്ടാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പതി. തേ തത്രാബ്ജയവാംകുശാശനി ധ്വജോപപന്നാനി പദാനി വിശ്വദേ മാർഗേ ഗവാമന്യ പദാന്തരാന്തരേ നിരീക്ഷമാണായൂരം സത്വരാ. പദാനുപദാർത്ഥം: തേ അവർ, തത്ര ഇവിടെയും അവിടെയും, അബ്ജ താമര, യവം അങ്കുശ കുറുവടി, അശിനി ഇടിമിന്നൽ, ധ്വജ കൊടിക്കൂറ, ഉപപന്നാനി അലങ്കരിക്കപ്പെട്ടു, പദാനി കാലിപ്പാടുകളെ, വിടുപദേ ഗോപാല വംശത്തിന്റെ നായകനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ, മാർഗെ വഴിയിൽ, ഗവാം പശുക്കളുടെ, അന്യപദ മറ്റു കാലടിപ്പാടുകളുടെ, അന്തരാന്തരെ ഇടയിൽ, നിരീക്ഷമാണ് കണ്ടിട്ട്, യയു സഞ്ചരിച്ചു, അതായത് പോയി, അംഗ പ്രിയ രാജാവേ, സത്വര പെട്ടെന്ന്. വിവർത്തനം: ഗോപവൃന്ദത്തിന് മുഴുവൻ നാഥനായ ശ്രീകൃഷ്ണന്റെ പാദമുദ്രകളിൽ താമര, യവം, അങ്കുശം, വജ്രായുധം, കൊടി എന്നിവയുടെ അടയാളങ്ങളുണ്ട്. അല്ലയോ പരീക്ഷിത് രാജാവേ, ഈ അടയാളങ്ങളിലെ കാലടിപ്പാടുകൾ പശുക്കളുടെ കുളമ്പടിപ്പാടുകൾക്കൊപ്പം പതിഞ്ഞു കണ്ടതു പിന്തുടർന്ന് വൃന്ദാവനവാസികൾ ദ്രുതഗതിയിൽ സഞ്ചരിച്ചു. ഭാവാർത്ഥം: ശ്രീ എ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീലാ പ്രഭുപാദ് മഹാരാജ് കി ജയ് ഹോ.
മുമ്പ് എപ്പോഴോ കൃഷ്ണൻ നടന്നുപോയപ്പോഴുണ്ടായ പാദമുദ്രകൾ പശുക്കളുടെയും ഗോപബാലന്മാരുടെയും ഒക്കെ കാൽപ്പാടുകളാൽ ചുറ്റപ്പെട്ട് മങ്ങി മാഞ്ഞു പോകാത്തത് എന്തുകൊണ്ടാവാം? വൃന്ദാവനത്തിലെ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ കാൽപ്പാടുകൾ അദ്ദേഹത്തിന്റെ പാദമുദ്രകളെ നശിപ്പിക്കാത്തത് എന്തുകൊണ്ട്? ഗോപസമൂഹത്തിനുടയവൻ എന്ന അർത്ഥമുള്ള വിഷുപതി എന്ന വാക്കിൽ അതിനുള്ള ഉത്തരം അടങ്ങിയിരിക്കുന്നു. എല്ലാ ജീവജാലങ്ങളുടെയും സമ്പത്താണ് ഭഗവാൻ എന്നതിനാൽ വൃന്ദാവനവാസികൾ ഭൂമിദേവിയുടെ ആഭരണങ്ങളായി മഹാനിധികളായി ആ കാലടിപ്പാടുകളെ പരിരക്ഷിച്ചു പോകും. വൃന്ദാവനത്തിലെ ഒരു ജീവി പോലും ആ പാദമുദ്രകളുടെ മേൽ ചവിട്ടി നടക്കുകയില്ല എന്ന് ശ്രീല സനാതന ഗോസ്വാമി അഭിപ്രായപ്പെട്ടു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 19. അന്തർഹതേ ഭുജഗഭോഗപരിതാമരാത് കൃഷ്ണം തരീഹം ഉപലഭ്യ ജലാശയാന്തേ ഗോപാംശ മൂഢതിഷ്ണാം പരിതഃപശുംശ്ച സംഗ്രന്ദതാം പരമകഷ്പണം ആപുരാർത്താം. അന്തർഹതേ ഭുജഗഭോഗപരീതാമാരാം കൃഷ്ണം നിരീഹം ഉപലഭ്യ ജലാശയാന്തേ ഗോവാംശമൂഢദിശാദാം പരിധാ പശുംശ്ചാം സംഗ്രന്ദതാം പരമാകഷ്മലം ആപുരാർത്താം. അന്തർഹതേ ഭുജഗഭോഗപരീതാമാര കൃഷ്ണം നിരീഹാം ഉപലഭ്യ ജലാശയന്തേ ഗോവാംശമൂഢദിഷണാൻ പരിധാ പശുംശ്ചാം സംഗ്രന്ദതാം പരമകഷ്മലമാപുരാർത്താം. രമണിമാജി. ഹരേ കൃഷ്ണ പ്രഭു. പദാനുപദാർത്ഥം. അന്തഃ ഉള്ളിൽ, ഹൃദയ തടാകത്തിന്റെ, ഭുജഗ സർപ്പത്തിന്റെ, ഭോഗപരീതം ശരീരത്താൽ ചുറ്റപ്പെട്ട്, ആരാധ് ദൂരത്തുനിന്ന്, കൃഷ്ണം ശ്രീകൃഷ്ണൻ, നിരീഹം ചലിക്കാതെ, ഉപലഭ്യ കണ്ടിട്ട്, ജലാശയാന്തേ കയത്തിന്റെ ഉള്ളിൽ, ഗോപാഞ്ച ഗോപപാലന്മാരും, മൂഢധിഷണാൻ ബോധമറ്റ, പരിതഃ ചുറ്റും, പശൂഞ്ച മൃഗങ്ങളും, സംഗ്രന്ദത ഉറക്കി കരയുന്ന, പരമ കശ്മലം ഏറ്റവും വലിയ വിഭ്രമത്തെ, ആപുഹു പ്രാപിച്ചു, ആർത്താഹ ദുഃഖിതരായിട്ട്. വിവർത്തനം ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. നദീതീരത്തേക്കുള്ള പാതയിൽ പാഞ്ഞു ചെന്നുകൊണ്ടിരുന്ന അവർ അകലെ നിന്ന് തന്നെ കരിനാഗത്തിന്റെ ചുരുളുകൾക്ക് ഉള്ളിൽ അകപ്പെട്ട് നിശ്ചലനായി ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീകൃഷ്ണനെ കണ്ടു. ഗോപബാലന്മാരെല്ലാം ബോധമറ്റ് നിലംപതിച്ചിരിക്കുന്നതായും മൃഗങ്ങളെല്ലാം ചുറ്റും നിന്ന് ശ്രീകൃഷ്ണനെ നോക്കി ഉറക്കെ കരയുന്നതായും അവർ കണ്ടു. വൃന്ദാവനവാസികൾ വേദനയും ഉത്കണ്ഠയും പരിഭ്രമവും കൊണ്ട് അവശരായി. ഭാവാർത്ഥം ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ശ്രീകൃഷ്ണനെ കാളിയും ശക്തി ഉപയോഗിച്ച് വലിച്ചിഴച്ചു കൊണ്ടുപോയതാണോ, അതോ ശ്രീകൃഷ്ണൻ സ്വയം വെള്ളത്തിലേക്ക് ചാടി സർപ്പത്തിന്റെ പിടിയിൽ അകപ്പെട്ടതാണോ എന്ന് വേദനയും പരിഭ്രമവും കൊണ്ട് ഉഴലുന്ന വൃന്ദാവനവാസികൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. നടന്നത് എന്തെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല ശ്രീകൃഷ്ണന്റെ ഗോപാലകരായ കൂട്ടുകാർ അബോധാവസ്ഥയിലായിരുന്നതിനാൽ അവർക്ക് അതേപ്പറ്റി ഒന്നും പറയാനും കഴിഞ്ഞില്ല. പശുക്കളും കിടാങ്ങളുമാകട്ടെ ശ്രീകൃഷ്ണനെ നോക്കി വാവിട്ട് നിലവിളിക്കുന്നു. ആകെ കൂടി വികാരനിർഭരമായ ആ രംഗം വ്രജവാസികളിൽ പരിഭ്രമവും പാരവശ്യവും നിറച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 20. ഗോപ്യോ അനുരക്തമനസോ ഭഗവതി അനന്തെ തത്സൗഹൃദസ്മിതവിലോകഗീരാ സ്മരന്ത്യാം ഗ്രസ്തേ ഹീന പ്രിയതമേ വൃഷദുഃഖതാപ്താ ശൂന്യം പ്രിയവതിഹം ദദ്രുസ്ത്രിലോകം. ഗോപ്യോ അനുരക്തമനസോ ഭഗവതി അനന്തെ തത്സൗഹൃദസ്മിതവിലോകിഗിരസ്മരന്ത്യാം ഗ്രസ്തേ അഹീന പ്രിയതമേ ഭ്രഷ്ടദുഃഖതപ്താഃ ശൂന്യം പ്രിയവ്യതിഹതം ദദൃശു ത്രിലോകം. ഗോപ്യോ അനുരക്തമനസോ ഭഗവതി അനന്തെ തത്സൗഹൃദസ്മിതവിലോകവിഗിരാസ്മരന്ത്യാം ഗ്രസ്തേ അഹീന പ്രിയതമേ ഭ്രഷ്ടദുഃഖതപ്താഃ ശൂന്യം പ്രിയവ്യതിഹൃതം ദദൃസ്ത്രിലോകം. ഗീതാമാജി. ഹരേ കൃഷ്ണ. ഗോപ്യ ഗോപികൾ
അനുരക്ത മനസ്സ അനുരാഗമുള്ള മനസ്സോടുകൂടി ഭഗവാനിൽ അനന്തേ അപരിമേയനായ തദ് അവന്റെ സൗഹൃദ സ്മിത സ്നേഹമുള്ളതും ചിരി തൂകുന്നതുമായ വിലോക നോട്ടങ്ങൾ ഗിരാവാക്കുകളും സ്മരന്ത്യ ഓർക്കുന്നവരായിട്ട് ഗ്രസിക്കപ്പെട്ട അഹിന സർപ്പത്താൽ പ്രിയതമേ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ദൃശ ഏറ്റവും ദുഃഖത്താൽ പീഡിതരായി ശൂന്യമായിട്ട് പ്രിയവൃതി കൃതം പ്രിയൻ ഇല്ലാത്തതായ ദർശിച്ചു ത്രിലോകം 3 ലോകത്തെ വിവർത്തനം. കൃഷ്ണനിൽ സദാ അനുരക്തമായ മനസ്സോടുകൂടിയ ഗോപികമാർ സർപ്പത്തിന്റെ പിടിയിലകപ്പെട്ട നിലയിൽ അമേനായ പരമദിവ്യോത്തമ പുരുഷനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ സ്നേഹവും മന്ദഹാസപൂർവമായ നോട്ടവും സല്ലാപങ്ങളും ഓർത്തുപോയി. ദുഃഖത്താൽ വെന്തുരുകിയ അവർ പ്രപഞ്ചം മുഴുവനും ശൂന്യമായി കണ്ടു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 21. താ കൃഷ്ണമാതരമപത്യം അനുപ്രവിഷ്ടാം തുല്യവ്യഥാഃ സമനുഗൃഹ്യ ശുച ശ്രവന്ത്യാം താസ്താ വ്രജപ്രിയകഥാഃ കഥയന്ത്യ ആസൻ കൃഷ്ണാനനെ അർപ്പിതദശോ മൃദക്പദീകാം. താ കൃഷ്ണമാതരം അപത്യം അനുപ്രവിഷ്ടാം തുല്യവ്യഥാ സമാനുഗൃഹ്യ ശുച ശ്രവന്ത്യാം താസ്താ വ്രജപ്രിയകഥാഃ കഥയന്ത്യാസൻ കൃഷ്ണാനനെ അർപ്പിതദശോ മൃദകാപ്രതീകാം. താ കൃഷ്ണമാതരമവത്യം അനുപ്രവിഷ്ടാം തുല്യവ്യഥാഃ സമനുഗൃഹ്യ ശുചസന്തു ശ്രവന്ത്യാം താസ്താ വ്രജപ്രിയകഥാഃ കഥയന്ത്യ ആസൻ കൃഷ്ണനാനനെ അർപ്പിതദശോ മൃദകപ്രതീകാഃ. സുഖേഷ് പ്രഭു. ഹരേ കൃഷ്ണ. താ കൃഷ്ണമാതരമപത്യമനുപ്രവിഷ്ടാം തുല്യവൃത സമനുഗ്രഹ്യ ശുചസ്രവന്ത താസ്താവ്രജപ്രിയകഥാ കഥയന്ത്യാസൻ കൃഷ്ണാനന്യർപ്പിത ദൃശോ മൃദകപ്രതീക. അതാണ് പദാർത്ഥം. താഹ അവർ, ആ സ്ത്രീകൾ, കൃഷ്ണമാതരം ശ്രീകൃഷ്ണന്റെ അമ്മ യശോദയെ, അപത്യം സന്താനത്തിൽ, അനുപ്രവിഷ്ട നോട്ടത്തെ ഉറപ്പിച്ച്, തുല്യവേദ ഒരേ വേദന അനുഭവിക്കുന്നവരായി, സമനുഗ്രഹ്യ പിടിച്ചു നിർത്തിയിട്ട്, ശുച ദുഃഖപ്രവാഹത്തെ, സ്രവന്ത്യ കവിഞ്ഞൊഴുകുന്ന, താഹ അവർ ഓരോരുത്തരും, വൃജപ്രിയ കഥ വൃജത്തിന്റെ പ്രിയപ്പെട്ടവന്റെ കഥകളെ, കഥയന്ത്യ പറയുന്നവരായി, ആസൻ നിലകൊണ്ടു, ശ്രീകൃഷ്ണ ആനനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുഖത്ത് അർപ്പിക്കപ്പെട്ട, ദൃശോ അവരുടെ കണ്ണുകൾ, മൃതദേഹങ്ങൾ, പ്രതീക പോലുള്ള. വിവർത്തനം ശ്രീല പ്രഭുപാദ് മഹാരാജ്ക്ക് ജയ്. മുതിർന്ന ഗോപികമാർ യശോദയെ പോലെ തന്നെ ദുഃഖിതരും ശോകാസുർ പ്രവാഹം ചൊരിയുന്നവരുമായിരുന്നെങ്കിലും അവർക്ക് മകനിൽ ഉറച്ചുപോയ കൃഷ്ണമാതാവിനെ തടഞ്ഞു നിർത്തേണ്ടതുണ്ടായിരുന്നു. ശ്രീകൃഷ്ണനിൽ ഉറച്ച കണ്ണുകളോടെ ശവശരീരങ്ങളെ പോലെ നിശ്ചേഷ്ടരായി നിന്ന് ഈ ഗോപികമാർ ഓരോരുത്തരായി വ്രജത്തിന്റെ കണ്ണിലുണ്ണിയായ ശ്രീകൃഷ്ണന്റെ ലീലകൾ വർണ്ണിക്കുവാൻ തുടങ്ങി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 22. കൃഷ്ണപ്രാണാം നിവിശാതോ നന്ദാദീൻ ഭീഷ്യതം ഹൃദം പ്രത്യഷേധത് സ ഭഗവാൻ രാമ കൃഷ്ണാനുഭാവവേ. കൃഷ്ണപ്രാണാൻ നിർവിശതോ നന്ദാദീൻ ഭീഷ്യതം ഹൃദം പ്രത്യഷേധത് സ ഭഗവാൻ രാമകൃഷ്ണാനുഭാവവേ. കൃഷ്ണപ്രാണാൻ നിർവിശതോ നന്ദാദീൻ ഭീഷ്യതം ഹൃദം പ്രത്യഷേധത് സ ഭഗവാൻ രാമകൃഷ്ണാനുഭാവവേ. സലാമാജി. ഹരേ കൃഷ്ണജി. കൃഷ്ണ പ്രാണാൻ നിർവിശദോ നന്ദാദീൻ വീക്ഷിതം ഹൃദം പ്രത്യക്ഷേധ ഭഗവാൻ രാമകൃഷ്ണാനുഭാവവേ. കൃഷ്ണപ്രാണാൻ
പദാനുപദാർത്ഥം കൃഷ്ണപ്രാണാൻ, കൃഷ്ണനെ പ്രാണനായി കരുതുന്ന പുരുഷന്മാർ നിർവിശദ പ്രവേശിക്കുന്നവരായി നന്ദ ആധി, നന്ദ മഹാരാജാവിനാൽ നയിക്കപ്പെട്ട് വീക്ഷ്യ കണ്ടിട്ട് തം ആ ഹൃദം തടാകം പ്രത്യഷേധ നിരോധിച്ചു, തടഞ്ഞു. സ ഭഗവാൻ, സർവശക്തനായ ആ ഭഗവാൻ, രാമ ബലരാമൻ, കൃഷ്ണ കൃഷ്ണന്റെ അനുഭാവ മഹാത്മ്യം വിദ് നല്ലപോലെ അറിയുന്ന. വിവർത്തനം: തങ്ങളുടെ ജീവിതം തന്നെ ശ്രീകൃഷ്ണൻ സമർപ്പിച്ചവരായ നന്ദഗോപുരം മറ്റു ഗോപന്മാരും സർപ്പത്തിന്റെ കയത്തിലേക്ക് ഇറങ്ങാൻ പുറപ്പെടുന്നതായി ബലരാമൻ കണ്ടു. സ്വയം പരമദീപാത്മപുരുഷനായ ഭഗവാൻ എന്ന നിലയ്ക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ യഥാർത്ഥ ശക്തി അറിയുന്നവനുമായ ബലരാമൻ അവരെ തടഞ്ഞു. ഭാവാർത്ഥം: ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ്ക്ക് ശിക്ഷകണക്കോ. ബലരാമ ഭഗവാൻ ചിലരെ വാക്കുകൊണ്ടും ചിലരെ ശരീരം കൊണ്ടും ഇനിയും ചിലരെ പുഞ്ചിരി വരർന്ന കടാക്ഷം കൊണ്ടുമാണ് തടഞ്ഞതെന്ന് ശ്രീല സനാതന ഗോസ്വാമി വിവരിക്കുന്നു. ഈ ചുറ്റുപാടിൽ ആകുലരായി തീർന്ന ഗോപന്മാർ കാളിയന്റെ കയത്തിൽ പ്രവേശിച്ച് ശ്രീകൃഷ്ണന് വേണ്ടി പ്രാണൻ ത്യജിക്കാനും തയ്യാറായിരുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയാം ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാം ശ്രീവിശാഖാന്വിതാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനേ. ശ്രീഭാഷഭാനവേ ദേവി ദൈത്യായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജന പ്രേമാഢ്യാരൂപാനുഗാ ഭക്തിദാ ഗൗരകരുണാശക്തി വിഗ്രഹായ നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനധാരിണേ രൂപാനുഗാ വിരുദ്ധ അവസിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാൽ വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജയേ തേ നമഃ. നമ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തി സ്വരൂപായ രൂപാനുഗാവരായ തേ. ഗൗരാവിർഭൗമേഷ്ടം നിർദ്ദിഷ്ടാ സജ്ജനപ്രിയാ വൈഷ്ണവ സാർവഭൗമോ ശ്രീ ജഗന്നാഥായ തേ നമഃ. ശ്രീരൂപ സനാതന ഭട്ട രഘുനാഥ ശ്രീജീവ ഗോപാല ഭട്ടാ ദാസ രഘുനാഥ. യശായ ഘോഷായ പരിചരൺ ബന്ധൻ ജാമോതി വിഘ്നാനാശിഷ്ടപൂരൺ. വാചാ കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ മഹാധന്യായ കൃഷ്ണ പ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമ്നേ ഗൗരത്വഷേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമസ്തുതേ. ജയതാം സർവോ പങ്കോർ മമ മന്ദമദീർഘതേ മത്സർവസുപദാംബുജോ രാധാ മദന മോഹനോ. ദിവ്യാവൃന്ദാരണ്യകൽപദ്രുമദാം ശ്രീമദ് രത്നാകരസിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പ്രേഷ്ഠാലിഭിः സേവ്യമാനോ സ്മരാമി. ശ്രീമൻ രാസരസാരംഭി വംശീപടത്തടസ്ഥിതഃ കഷൻ വേണുസ്വനൈർഗോപീ ഗോപിനാഥശ്രേതുനാം. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരീ ഋഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ ഹരേ. ന്യക്ഷമാണാദൈതം കൃഷ്ണം സൂചിതയാ പദൈ
Bhagavad Lakshanai Jagmapadavyā Yamuna Tadam. The residents hurry towards the banks of Yamuna in search of their dear most Krishna, following the path marked by his footprints, which bore the unique signs of personality of Godhead. Hare Krishna. Hare Krishna. കാളീനമായിട്ട് യുദ്ധം ആരംഭിക്കുമ്പോൾ അതിസുന്ദരനും അതികോമളനും എല്ലാവരെയും ആകർഷിക്കുന്ന ആ മഹനീയമായ കൃഷ്ണരൂപം, കമനീയമായ കൃഷ്ണരൂപം കണ്ടിട്ടും അസൂയ കൊണ്ട്, കൊടുമ്പിരി കൊണ്ട് കാളിയൻ കൃഷ്ണനെ ഓടിച്ചെന്ന് കൃഷ്ണനെ മാറിൽ ദംശിക്കുകയും കൃഷ്ണനെ തൻ്റെ ചുള്ളികളിൽ കെട്ടിയിടുകയും ചെയ്യും. അപ്പൊ കൃഷ്ണൻ അത് അനങ്ങാണ്ട് നിന്നു. അപ്പൊ ഇത് കണ്ട് ഗോപന്മാര് സഹിക്കാൻ വയ്യാതെ അവർ മോഹസ്യപ്പെട്ടു. പശുക്കിടാങ്ങളും ബാക്കിയുള്ള പശുക്കളെല്ലാം അവർക്ക് കരയണമെന്നുണ്ടായിരുന്നു, പക്ഷെ കരച്ചിൽ വരുന്നില്ല. ആകെ കൃഷ്ണനെ മാത്രം നോക്കി നിന്നിട്ട് കാളിയന്റെ ചുഴലി കിടക്കുന്ന കൃഷ്ണനെ മാത്രം നോക്കി, കൃഷ്ണനെ മുഖത്ത് മാത്രം നോക്കി ഇവരിങ്ങനെ യമുനാതടത്തിൽ നിൽക്കുകയാണ്. അപ്പൊ ഇത് കേട്ട്, വിവരം കേട്ടു, എല്ലാവരും അപാല വൃദ്ധജനങ്ങൾ പറയുന്നതിലൂടെ സകല ആൾക്കാരും ഓട്ടി വരികയാണ്. കാരണം അവരെ സംബന്ധിച്ചോളം അവരെ ആത്മാവിനെ നഷ്ടപ്പെട്ട മാതിരിയാണ്. പല ദുർനിമിത്തങ്ങളും അവർ കാണുന്നു. അപ്പോൾ മനസ്സിലായി കൃഷ്ണനെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, മരണം സംഭവിച്ചു എന്നാണ് അവർ വിചാരിക്കുന്നത്. കൃഷ്ണന്റെ അനന്യസാധാരണമായ ഭഗവാൻ കൃഷ്ണന്റെ അപവർണ്ണ മുമ്പിൽ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന കാര്യം അവര് വിസ്മയിച്ചു പോയി. കാരണം അത്രയും അവര് കൃഷ്ണനെ പ്രേമിച്ചു. അവരുടെ വാക്കും നോട്ടവും കൃഷ്ണൻ, അവരുടെ മനസ്സും ആത്മാവും ഇന്ദ്രിയങ്ങളും ബുദ്ധിയും ഒക്കെ കൃഷ്ണപ്രീതമാണ്. അതുകൊണ്ട് കൃഷ്ണൻ ഇല്ല പറയുമ്പോൾ അവരുടെ ആത്മാവ് നഷ്ടപ്പെട്ട പോലെയാണ്. ഇത് ഭൗതിക തലത്തിലുള്ള വിരഹമല്ല. ഭൗതിക തലത്തില് നമ്മൾ ആലോചിച്ചിട്ട് നമ്മൾക്കറിയാം. പക്ഷെ കൃഷ്ണൻ നഷ്ടപ്പെട്ടതോടെ അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു. അത്രത്തോളം കൃഷ്ണനുമായിട്ട് ഏകീഭവിച്ച ആൾക്കാരനവര്. കൃഷ്ണൻ ഏകീഭവിച്ച കൃഷ്ണനുമായിട്ട് പൂർണ്ണമായ രൂപത്തിൽ കൃഷ്ണനെ സമർപ്പണം ചെയ്താണ് അവരെല്ലാ ഭാഗങ്ങളും. അല്ലാതെ കൃഷ്ണനുമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് പോയി അല്ലെങ്കിൽ കൃഷ്ണനെ ലയിച്ചു പോയി എന്നല്ല, ഏകീഭവിക്കാവുന്ന വ്യത്യാസമുണ്ട്. അപ്പൊ ഇവരെ ഈ ജീവൻ തന്നെ കളയാൻ തീരുമാനിച്ച ആൾക്കാരെ ഇത് കണ്ടപ്പോ ബലരാമൻ ചിരിച്ചു. ഭഗവാൻ നന്നായിട്ട് അറിയാം കൃഷ്ണൻ ആരെന്നറിയാം. അപ്പൊ അദ്ദേഹം ചിരിച്ചു കണ്ടപ്പോ കുറച്ചു നേരത്തേക്ക് വ്രജവാസികൾ സമാധാനം, അവർക്ക് ജീവൻ കളയാൻ തയ്യാറായി എന്നൊക്കെ. പക്ഷെ ഭഗവാൻ ബലരാമന്റെ ഈ ഇത് മന്ദഹാസം കണ്ടപ്പോൾ അവർക്ക് ആശ്വാസമായി. ഇത് മുഴുവൻ വിചാരിച്ച നടന്നിട്ടില്ല. അപ്പോൾ അവർക്ക് കുറച്ച് ആശ്വാസമായി. ജീവൻ കളയണ്ട, തൽക്കാലം പിന്നെ എന്ത് വേണം, കൃഷ്ണനെ അന്വേഷിച്ച് പോകുക തന്നെ. കൃഷ്ണൻ യമുനാതീരത്തിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ബലരാമനില്ലാണ്ട് ഒറ്റയ്ക്ക് പോയതാണ്. അപ്പോൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി അവരെല്ലാവരും കൂടി യമുനാതീരത്തിൽ പായുകയാണ്, ഓട്ടുകയാണ് അവര്. കൃഷ്ണ ദൃശ്യലാലസ എന്ന് പറയുന്നുണ്ട്. കൃഷ്ണ ദൃശ്യലാലസ ഇവിടെ പറയുന്നു. കൃഷ്ണ ദർശന ലാലസ, കൃഷ്ണനെ കാണാനായിട്ട് അത്രയധികം കണ്ണുകൊളിമ്പിക്കൊണ്ട് അവർ ഓടുകയാണ്. അപ്പോ എങ്ങനെ അവര് കൃഷ്ണനെ മനസ്സിലാക്കും, കൃഷ്ണൻ എവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവിടെ കൃഷ്ണന്റെ പാദമുദ്രങ്ങള്, യമുനാതീരത്തിലെ കൃഷ്ണ പാദമുദ്രങ്ങള് അവർ കാണുന്നുണ്ട്. അത് ഭഗവാന്റെ മാത്രം പ്രത്യേകമായിട്ടുള്ള പാദമുദ്രയാണ്. അതിൽ വിശിഷ്ടമായിട്ടുള്ള കുറേ ചിഹ്നങ്ങളുണ്ട്, വേറെ ഒരു പാദത്തിലില്ലാത്ത ചിഹ്നങ്ങളുണ്ട്. അപ്പോൾ അത് നോക്കിക്കൊണ്ട് അവരതിനെ മാർഗദർശിയായിട്ട് എടുത്തുകൊണ്ട് അതെവിടേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് പിന്നിലെ മാത്രം വ്രജവാസികൾ പായുകയാണ്. തേ തത്രാബ്ജ യവം കുശാശനി ദജോപപന്ന പ്രവന്നാനി പദാനി വിശ്വപദേ മാർഗേ ഗവാം അന്യപദാരന്തരാന്തരേ നിരീക്ഷമാണാം യവിരംഗസത്വരാ. The footprints of Lord Krishna, the master of entire cowherd community, were marked with the lotus flower, barleycorn, elephant god, thunderbolt, and flag. My dear King Parishit, seeing his footprints on the path of cow's hoofprints, the residents of Vrindavana rushed along in great haste. അപ്പോൾ ഇത് നോക്കിക്കൊണ്ട് ധൃതി പിടിച്ചോടിയവര്, ഇതിനെ ലാക്കാക്കിക്കൊണ്ട്, ഈ പാദമുദ്രകളെ ലാക്കാക്കിക്കൊണ്ട് അവർ ഊട്ടുകയാണ്.
അവിടെ പെർപ്പറ്റ്ലി സനാതന ഗോസ്വാമി പറയുന്നുണ്ട്, കൃഷ്ണൻ അതിൽ കൂടെ പോയിട്ട് കുറച്ച് കാലമായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ അതിൽ കൂടെ പോയിട്ടുണ്ട്. പശുക്കൾ പോയിട്ടുണ്ട്, ഗോപന്മാര് പോയിട്ടുണ്ട്, ബാക്കിയുള്ള ജീവികൾ പോയിട്ടുണ്ട്, സകല ആൾക്കാരും ആ വഴിക്ക് തന്നെ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൃഷ്ണന്റെ പാദമുദ്രകൾ തേച്ചു മായപ്പെടണ്ട അല്ലേ? അതിന്റെ മുകളിൽ വേറെ ആൾക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ അത് പോവില്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് അത് സംഭവിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് പല മൃഗങ്ങളും പല പശുക്കളും പല പക്ഷികളും അതിലൂടെ പോയപ്പോ സംഭവിച്ചില്ല? അവിടെ വിശ്വപതി എന്ന് വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. കൃഷ്ണൻ എല്ലാവരുടെയും ധനമാണ്. സകല ആൾക്കാരുടെയും ഏറ്റവും അരുമയായിട്ടുള്ള ആളാണ് കൃഷ്ണൻ. കൃഷ്ണനല്ലാത്ത വേറെ ധനം അവർക്കില്ല. അപ്പൊ കൃഷ്ണന്റെ ഏത് കാര്യം അവർ സൂക്ഷിച്ചു വയ്ക്കും. കൃഷ്ണന്റെ ഉടയാടകള്, കൃഷ്ണന്റെ ആഭരണങ്ങള്, കൃഷ്ണന്റെ അരയിൽ കെട്ടുന്ന ഉടയാട അല്ലെങ്കിൽ അരപ്പട്ട, അങ്ങനെ സകല സാധനം കൃഷ്ണനെ സംബന്ധിച്ച് എന്തൊക്കെയുണ്ട് അതെല്ലാം സൂക്ഷിച്ചു വയ്ക്കും. അത് നമ്മൾ പൊതുവെ നമ്മുടെ സ്വഭാവമാണ്. നമുക്ക് പ്രിയപ്പെട്ട കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കുട്ടിക്കാലത്തുള്ള കാര്യങ്ങളെല്ലാം, ആ ഫോട്ടോ, അവരുപയോഗിച്ച ചെരുപ്പ്, അവരുപയോഗിച്ച ഫ്രോക്ക്, ചിലപ്പോൾ ചില ആൾക്കാരിങ്ങനെ സൂക്ഷിച്ചു വയ്ക്കും. അതിങ്ങനെ ഒരു പെട്ടിയിൽ സൂക്ഷിച്ച്, ഇത് അവൻ ഉപയോഗിച്ചാണ്, അവൾ ഉപയോഗിച്ചാണ്, ഇന്ന വയസ്സിന് അവന് വാങ്ങിച്ചു കൊടുത്ത സാധനം ഇത്, അവൻ ഇത്രാം ക്ലാസ് പഠിക്കുമ്പോൾ അവന് കൊടുത്താണിത് എന്നൊക്കെ ചില ആൾക്കാർ, ചില പാരൻസ്, അല്ലെങ്കിൽ ഒരുപക്ഷെ അധികം പാരൻസും ഒരുപക്ഷെ അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ഇവിടെ കൃഷ്ണന്റെ ഡ്രസ്സുകൾ മാത്രമല്ല, കൃഷ്ണന്റെ ചവിട്ടിയ പാദം, കൃഷ്ണൻ നിലത്തോട് പോകുമ്പോൾ ആ പാദമുദ്രകൾ പൂരം അവർ പ്രിസർവ് ചെയ്തതാണ്. നമ്മുടെ ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ അത് വ്യത്യാസമില്ല. ബാക്കി ഏത് കാലടിയും കൂടി ആയിരിക്കും അത്. ഇപ്പൊ നമ്മുടെ പുത്രന്റെയും ബാക്കി ആരുടെ പുത്രന്മാരുടെയും അല്ലെങ്കിൽ വേറെ മനുഷ്യജീവികളുടെ പാദമുദ്ര എല്ലാവരെയും പോലെ ഇരിക്കും. വലിപ്പ വ്യത്യാസം ഉണ്ടാവുന്നില്ലാണ്ട് വേറെ പ്രത്യേകതകളൊന്നുമില്ല. എന്നാൽ കൃഷ്ണന്റെ പാദമുദ്രയ്ക്ക് വ്യത്യാസമുണ്ട്. അത് ഈ പറഞ്ഞ എന്താ പറയാ, ആനയുടെ തോട്ടി, പിന്നെ ബാലിക്കോൺ, പിന്നെ ശംഖ്, ചക്രം, ഗദ, അങ്ങനെ കുറേ വിശിഷ്ടമായ 10-21 മാർക്കുകൾ ഉണ്ടാവുകയാണ്. അത് പതിഞ്ഞാണ് കൃഷ്ണന്റെ ആ കാൽപാദം. അപ്പൊ അത് മാത്രം നോക്കിക്കൊണ്ട് വ്രജവാസികള് പിന്നാലെ പോകണം അതിൻ്റെ. അവിടെ വിശ്വാസചക്രവർത്തി വേറെ കാര്യം പറയുന്നുണ്ട്. ആത്മീയമായ പാതയിൽ പോകുന്ന ജതികൾ, ആത്മസാക്ഷാത്കാരത്തിന് പോകുന്ന ജതികള് പരമസത്യം മാത്രം ലാക്കാക്കി പോകുമ്പോൾ പരമസത്യത്തിൽ മാത്രമേ ശ്രദ്ധ വയ്ക്കുള്ളൂ. അതല്ലാതെ സത്യമാണെന്ന് തോന്നുന്ന ചില കാര്യങ്ങളെ പൂർണ്ണമായിട്ടും അവഗണിക്കും. വളരെ ശ്രദ്ധേയമായിട്ട് കാര്യമാണ്. നമ്മൾ പരമസത്യം എന്താണ്, പരമസത്യം നേടാനുള്ള മാർഗം എന്താണ്, അതിൽ കൂടെ മാത്രമേ വളരെ ആത്മാർത്ഥതയുള്ള യതികൾ സഞ്ചരിക്കുള്ളൂ. സത്യമാണെന്ന് തോന്നിക്കുന്ന മിഥ്യകളെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് അവർ ഇതിൻ്റെ പിന്നാലെ തന്നെ പോകും. ഏകാഗ്രമായിട്ട്, ഏകചിത്തമായിട്ട്, അനന്യമായ അനന്യ ചിന്തയോടുകൂടി ഇതിന് പിന്നാലെ മാത്രമേ പോകുള്ളൂ. വേറെ ഒന്നിനെയും ഇതിനിടയിൽ അതിനെ ഡൈവേർട്ട് ചെയ്യാനോ അതിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറ്റാനോ ഇവരൊരിക്കലും സമ്മതിക്കില്ല. അതുപോലെ വ്രജവാസികള് കൃഷ്ണന്റെ പാദമുദ്രകൾ മാത്രം നോക്കിക്കൊണ്ട് അതെവിടേക്ക് പോകുന്നു, അതെവിടേക്ക് നയിക്കുന്നു, അതിന് പിന്നാലെ അവര് ദ്രുതഗതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ വിശ്വസിക്കാൻ പറ്റുക എന്തായിരിക്കും അവരുടെ ആ മനസ്സെല്ലാം, ഹൃദയെല്ലാം തൊട്ടിച്ച് കൃഷ്ണൻ എവിടെ പോയി, കൃഷ്ണൻ എവിടെയാണ്, കൃഷ്ണന്റെ പാദം മാത്രമേ കാണുമ്പോൾ പിന്നാലെ ഓടിപ്പോവാണത്. 10-ാം ശ്ലോകം. അന്തർഹതേ ഭുജഗഭോഗപരീതമാരാത് കൃഷ്ണം നിരീഹം ഉപലഭ്യ ജലാശയാന്തേ ഗോവാംശമൂഢധിഷണാത് പരിത പശുംശ്ച സംഗ്രന്ഥത പരമകശ്മളം ആപുരാർത്ഥ. As they hurried along the path to the bank of Yamuna river, they saw from a distance that Krishna was in the lake, motionless within the coils of black serpent. They further saw that the cowherd boys had fallen unconscious
and the animals were standing on all sides, crying out for Krishna. Seeing all this, the residents of Vrindavan was overwhelmed with anguish and confusion. അങ്ങനെ പാദമുദ്രകള് പിന്തുടർന്ന അവസാനം വരെ കാളിയൻ താമസിക്കുന്ന കാളിന്തി ഭാഗം, യമുന നദിയിലെ കാളിന്തി ഭാഗം, നമ്മൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വായിച്ചു. 8 മൈൽ നീളമുള്ള വളരെ വലിയൊരു വിസ്താരമുള്ള ഒരു കയമാണ് ഈ സ്ഥലം. ആ കയത്തിലേക്കാണ് അവിടെ എത്തുന്നത്. ആ കയത്തിൽ എത്തുന്നേക്കാളും ദൂരം തന്നെ കാളിയൻ എന്ന് പറഞ്ഞാൽ വളരെ ഹ്യൂജ്, ഭയങ്കര വലിപ്പമുള്ള സർപ്പമാണ്. അത് പകുതിയും വെള്ളത്തിന് പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ ദൂരെ നിന്ന് കാണാൻ പറ്റും കാളിയൻ്റെ ആ ചുരുളങ്ങള കോയിൽസ് ആയിട്ടുള്ള ബോഡി ഇങ്ങനെ ചുരുണ്ട്. ആ ചുരുളിലുള്ള കൃഷ്ണനെ അവർ കാണും. കൃഷ്ണനെ കാണുക മാത്രമല്ല, കൃഷ്ണൻ യാതൊരു ചലനമില്ലാതെ നിസ്സഹായൻ എന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കാളിയൻ്റെ ചുരുളിൽ കടന്ന് കൃഷ്ണൻ അനങ്ങാണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഏറ്റവും വേദനാജനകമായ കാര്യമാണ്. കൃഷ്ണൻ ഒന്നും ഛേദസ്സില്ലാത്ത പോലെ, കൃഷ്ണൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ മുറുക്കി കെട്ടി ഇരിക്കുകയാണ് അവിടെ. അപ്പോൾ അത് കണ്ടിട്ട് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവർക്ക് വേദന, വിഷമം, സങ്കടം, ദുഃഖം. ഇനി എന്ത് ചെയ്യണം എന്നൊന്നും അറിയാണ്ടേ, ഇനി എങ്ങനെയാണ് കൃഷ്ണൻ ഇവിടെ ഇതിനുള്ളിൽ പെട്ടത് എന്ന കാര്യം അറിയാൻ ആഗ്രഹമുണ്ടവർക്ക്. കൃഷ്ണൻ തന്നെത്താൻ സ്വയം എടുത്ത് ചാടിയതാണോ, അതോ കാളിയൻ കൃഷ്ണനെ വലിച്ചഴച്ച് യമുന നദിയിലേക്ക് വലിച്ചഴച്ചതാണോ, ഇതറിയണമെന്നുണ്ട് അവർക്ക്. പക്ഷേ ചോദിക്കാൻ ആരുമില്ല. അവിടെ ഗോപന്മാർ, ഗോപകിടാങ്ങൾ, ഗോപബാലന്മാര് അവർ മോഹസ്യപ്പെട്ട് കിടക്കുകയാണ്. അവരൊരു പക്ഷെ കണ്ടിട്ടാകാം എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് സംസാരിക്കാൻ പറ്റാത്ത പ്രജ്ഞ നഷ്ടപ്പെട്ട് അവർ കിടക്കുകയാണ് അവിടെ. പശുക്കൾക്കാണെങ്കിൽ അവർ നിശബ്ദമായിട്ട് ഇടയ്ക്ക് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്താ പറയുക, സ്റ്റില്ലായിട്ട് അനക്കമ്മയായിട്ട് ഇങ്ങനെ അവർ നിൽക്കുന്നുണ്ട്. അവരോട് ചോദിച്ചാൽ നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ വല്ലാത്തൊരു ഷോക്കാണത്, ഞെട്ടിക്കുന്ന മാതിരി. അവർക്ക് ഈ സാഹചര്യം ഇതെല്ലാം കൂടി അവരെ കീഴ്പ്പെടുത്താണ്. ഒരു ഭയാനകമായിട്ടുള്ള രൂപമായ ജീവിയായിട്ടുള്ള കാളിയൻ്റെ ഉള്ളില് അവരെ പൊന്നോമനയായ കൃഷ്ണൻ അകപ്പെട്ട് കിടക്കുകയാണ്. യാതൊരു പ്രജ്ഞയില്ല, യാതൊരു അനക്കല്ല. അതിൽ അവർ കാണുകയാണ്. കാണുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി, പരിഭ്രമം തോന്നി, ആകെ കൂടി സംഭ്രാന്തരായി. എന്തു ചെയ്യണം എന്നറിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കി വിലപിച്ച്, ചില ആൾക്കാരെ കരഞ്ഞ് നെഞ്ചെല്ലാം അടിക്കുന്നുണ്ടാവും. അവിടെ ഇവിടെ നോക്കി, മുകളിലേക്ക് നോക്കി, താഴോട്ട് നോക്കി, എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ, കൃഷ്ണനെ അവിടുന്ന് രക്ഷപ്പെടുത്താണ്ട് എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും, ചിലർക്ക് അതുപോലും കഴിയാതെ അവരും പ്രജ്ഞ മരവിച്ച നിലയിൽ അവരിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഗോപ ജനങ്ങളുടെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ, ഗോപിമാരെന്താണ്, ഗോപിയോ അനുരക്ത മനസോ ഭഗവതി അനന്തേ തൗഹൃദ സ്മിത വിലോകഗിരാ സ്മരന്ത്യാം ഗ്രസ്തേ അഹീന പ്രിയതമേ വൃഷദുഃഖ തപ്താഹ ശൂന്യം പ്രിയ വ്യതിഹൃതം തദശ്രു സ്ത്രീലോകം. When the young gopis, whose minds were constantly attached to Krishna, the unlimited Supreme Lord, saw that he was now within the grips of the serpent, they remembered his loving friendship, his smiling glances, and his talks with them, burning with great sorrow, and they saw the entire universe as white. ഗോപിക ചെറിയ പെൺകുട്ടികൾ, ചെറിയ ഗോപിമാർക്ക് അവർ 24 മണിക്കൂറും കൃഷ്ണന്റെ ചിന്ത മാത്രം ആൾക്കാണ്. കൃഷ്ണൻ വനങ്ങളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇത് മാത്രം ചിന്തയുള്ളൂ. കൃഷ്ണൻ ഇപ്പോൾ എവിടെയായിരിക്കും, കൃഷ്ണൻ ഇപ്പോൾ പശുക്കളെ മേയിച്ച് കിടക്കുകയാണോ, അത് കൃഷ്ണൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണോ, അതോ ബാക്കിയുള്ള ഗോപന്മാരായിട്ട് സല്ലപിക്കുകയാണോ, കളിക്കുകയാണോ, അവനെന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അസുരന്മാര് കൃഷ്ണനെ ആക്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടാവോ? എങ്ങനെ അറിയാം?
എപ്പോഴും കൃഷ്ണൻ ചെയ്യുന്ന മാത്രം ഓർക്കുക, വേറെ യാതൊരു കാര്യങ്ങളില്ല. തിരിച്ചു വരുമ്പോൾ വളരെ സന്തോഷമായിട്ട് കൃഷ്ണൻ, നമുക്ക് ഒരു കണ്ടിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ, പൊടിയെല്ലാം ആ മുടിച്ചുള്ളില് ചുരുണ്ട മുടി, കറുത്ത ചുരുണ്ട മുടിയുള്ള ഉള്ളിലെല്ലാം ഗ്രേ കളറുള്ള ഡസ്റ്റ്, ധൂളി, വൃന്ദാവനത്തെ ധൂളി മുഴുവൻ അടഞ്ഞ് മുഖമെല്ലാം പൊടി കൊണ്ട് ഡ്രസ്സിലും വിഷത്തൊക്കെയും നിറഞ്ഞ് കൃഷ്ണൻ പക്ഷേ ചിരിച്ച് ഓടൽക്കോൾ വഴിച്ചുകൊണ്ടാണ് കൃഷ്ണൻ വൃന്ദാവനത്തേക്ക് തിരിച്ച് പ്രവേശിക്കുക. അപ്പൊ ഇതെല്ലാം അവരെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കൃഷ്ണന്റെ ഓരോ കാര്യങ്ങൾ, ഓരോ ദിവസം അവർ കൃഷ്ണൻ ചെയ്യുന്ന കാര്യങ്ങൾ ആലോചിച്ച് കൃഷ്ണമായിട്ടുള്ള സൗഹാർദ്ദം, അനുരാഗമായിട്ടുള്ള സാധാരണ സൗഹാർദ്ദമല്ല, അനുരാഗം തന്നെയാണ്. കൃഷ്ണന്റെ വീക്ഷണങ്ങൾ, സ്മൈലിംഗ്, മന്ദഹാസം തൂക്കിക്കൊണ്ട് കൃഷ്ണൻ അവരെ എപ്പോഴും വീക്ഷിച്ചുകൊണ്ടിരിക്കും. കൃഷ്ണന്റെ കണ്ണിന്റെ കോണിൽ കൂടെ വീക്ഷിച്ചുകൊണ്ടിരിക്കും. കൃഷ്ണൻ എങ്ങനെ അവർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന രീതിയിൽ, രഹസ്യമായ രീതിയിൽ സംസാരിക്കാം. ഗോപീഗീതത്തിലെല്ലാം പറയുന്നുണ്ട്, രഹസ്യമായിട്ട് സംസാരിക്കാൻ കഴിയും. വളരെയധികം ആരും കാണണ്ടേ. ഇപ്പൊ ഗോപിമാരേക്ക് തന്നോട് മാത്രമേ പറയുന്നുള്ളൂ, ബാക്കി ആരോടും പറയുന്നില്ല, ഇതൊന്നും തന്നോട് മാത്രമേ പറയുന്നു. അപ്പൊ അവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പല കാര്യങ്ങളും അവിടെ പറഞ്ഞത്, എങ്ങനെയാ ഇടിമിന്നിൽ നിന്നും വിഷത്തിൽ നിന്നും കൃഷ്ണൻ ഞങ്ങളെ രക്ഷിച്ച് കാളിയന്റെ ഉദ്ദേശിച്ചാണ് അവിടെ പറഞ്ഞു എന്നെല്ലാം അവർ ഓർത്തുകൊണ്ടിരിക്കും ഗോപികത്തിൽ. അതേപോലെ ഇവിടെയും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഷോർട്ട് ടൈമാണ്, ലൈവായിട്ട് അവിടെ കൃഷ്ണൻ അവിടെ പെട്ടുകിടക്കുകയാണ്, കാളിയന്റെ പിടിയിൽ പെട്ടുകിടക്കുകയാണ്. എന്നാലും അവര് കൃഷ്ണനെ പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ കൃഷ്ണനെ കാണെങ്കിൽ പോലും അവരെപ്പോഴും കൃഷ്ണനെ കുറിച്ച് ഓർക്കുകയാണ് അവിടെ. പക്ഷെ ഇവിടെ കൃഷ്ണൻ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് എന്താണ്, ബേണിംഗ് വിത്ത് ഗ്രേറ്റ് സോറോ ദേ സോ ദ എൻറ്റയർ യൂണിവേഴ്സ് ഈസ് വൈറ്റ്. 3 ലോകവും ശൂന്യമായിട്ടാണ്. കൃഷ്ണനില്ലാത്ത ലോകത്തിനെ കുറിച്ച് അവർക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അങ്ങനൊരു സ്ഥിതി ഉണ്ടാകാം എന്ന് പോലും അവരാലോചിക്കില്ല. പോയി ഇല്ലാത്ത ശൂന്യമായിട്ടിരിക്കണം അവരെ. അവരുടെ മനസ്സും ശൂന്യം, ഹൃദയം ശൂന്യം, എല്ലാം ശൂന്യമായിട്ട് ആ അവസ്ഥയിലാണ് ഗോപിമാരുടെ. കൃഷ്ണന്റെ മുതിർന്ന ഗോപിമാരോ, കൃഷ്ണന്റെ അമ്മമാരുടെ സ്ഥാനത്തിരിക്കുന്ന ഗോപിമാര് വേറെയുണ്ട്. അവരുടെ സീൻ വ്യത്യാസമല്ല. താ കൃഷ്ണമാതരമവത്യം അനുപ്രവിഷ്ടാം തുല്യവിതാഹ സമനുഗൃഹ്യ ശുചസ്രവന്ത്യാം താസാ വജപ്രിയ കഥാഹ കഥയന്ത്യാസൻ കൃഷ്ണാനനെ അർപ്പിതോ ദൃശോ മൃദക പ്രതീക. Although the elder gopis were feeling just as much distress as she and were pouring forth a flood of sorrowful tears, they had to forcibly pull back Krishna's mother, whose consciousness was totally absorbed in her son, standing like corpses with their eyes fixed upon his face. These gopis each took turns recounting the pastimes of darling of Vrija. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഇതേപോലെ ദുഃഖം, ഹൃദയം ഗ്രസിക്കുന്ന ദുഃഖം അവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, നയാഗ്ര വാട്ടർഫോൾസ്, വെള്ളച്ചാട്ടം പോലെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനാൽ ഇവനേക്കാൾ വ്യത്യസ്തമായിട്ട് യശോദ മാതാജി അതിനേക്കാൾ പൂർണ്ണമായിട്ടും ഹൃദയം തകർന്ന് കൃഷ്ണ കൃഷ്ണ എന്ന് വിലപിച്ചുകൊണ്ട് കൃഷ്ണന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാനായിട്ട് വ്യഗ്രപ്പെടുകയാണ്. അപ്പൊ അവിടെ ആ നദിയുണ്ട്, ഒക്കെ വിഷം നിറഞ്ഞ വെള്ളമാണ്. ഒന്നും നോക്കില്ല, നേരെ കൃഷ്ണനെ മാത്രമേ കാണുന്നില്ല. അല്ലെങ്കിൽ കൃഷ്ണന്റെ അടുത്തേക്ക് പോവാണ്, കൃഷ്ണനെ അകപ്പെട്ടിരിക്കുകയാണ്, കൃഷ്ണനെ എങ്ങനെ രക്ഷിക്കണം എന്ന് വിചാരിച്ച് യശോദ മാതാജി കൃഷ്ണനെ ലാക്കാക്കി പായുമ്പോ യശോദ മാതാജിയെ തടയുക എന്ന കാര്യം കൂടി അവർക്ക് ഉണ്ട്. യശോദമാജിയെ തടഞ്ഞു വെക്കണം, അല്ലെങ്കിൽ യശോദമാജി നദിയിലേക്ക് എടുത്ത് ചാടും. കാരണം യശോദമാജിക്ക് പ്രജ്ഞ മുഴുവൻ കൃഷ്ണനിലാണ്.
ബാക്കിയുള്ള ഗോപിമാരെ കൃഷ്ണൻ നിർനിമേഷം നോക്കിക്കൊണ്ടിരിക്കേണ്ട. എന്നാൽ ഇവിടെ യശോദ മാതാജിയുടെ ഈ മൂവ്മെന്റ് കാണുമ്പോൾ അവർ യശോദ മാതാജിയെ പിടിച്ചു മാറ്റുന്നുണ്ട്, പിടിച്ചു കെട്ടുന്നുണ്ട്, നിയന്ത്രിക്കുന്നുണ്ട്. അങ്ങനെ യശോദ മാതാജിയെ പിടിച്ചുകൊണ്ട് അവര് മൃതപ്രദനായിട്ട് കൃഷ്ണനെ മാത്രം നോക്കിക്കാണ്. അവര് വേറൊന്നും ചെയ്യുന്നില്ല. ചെറിയ ഗോപിമാര് അപ്പോഴും കൃഷ്ണനെ കുറിച്ചുള്ള കാര്യങ്ങള് പറയുന്നുണ്ട്. ഇവിടെയും ഇവരെന്ത് ചെയ്യുന്നു? മൃതപ്രദമായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അവര് ഓരോരുത്തരായിട്ട് കൃഷ്ണന്റെ പാസ്റ്റ് ടൈംസ്, കൃഷ്ണൻ ചെയ്ത കാര്യങ്ങള്, കൃഷ്ണന്റെ ആ കൃതികള്, കൃഷ്ണൻ എല്ലാവരെയും ആസ്വദിക്കണമാരെ എല്ലാവരെയും രസിപ്പിക്കുന്ന രീതിയിൽ കൃഷ്ണന്റെ ചില ലീലകള്, വികൃതികള്, കുറുമ്പുകള്, കൃഷ്ണൻ നിഗ്രഹിച്ച അവരെ സംരക്ഷിച്ച പല സമയത്തും അവരെ കൃഷ്ണൻ ഇങ്ങനെ രക്ഷിച്ചിട്ടുണ്ട്. ഇതെല്ലാം അവർ ഓരോരുത്തരായിട്ട് യശോദ മാതാജിയെ കൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരുടെയും അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. എല്ലാവരും കൃഷ്ണനെ മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോ എല്ലാവരും ഇന്ന് ചാടാനും തയ്യാറാണ് നദിയിലേക്ക്. അപ്പൊ ഇത് ബലരാമൻ കാണണം. കൃഷ്ണ പ്രാണാൻ വിശദോ നിർവിശദോ നന്ദാദിൻ വീക്ഷ്യം തം ഹൃദം പ്രത്യഷേധത് സ ഭഗവാൻ രാമ കൃഷ്ണാനുഭാവേത്. Lord Balrama then saw that Nanda Maharaja and other cowherd men who had dedicated their very lives to Krishna were beginning to enter the serpent's lake. As the Supreme Personality of Godhead, Lord Balrama fully knew Lord Krishna's actual power and therefore he restrained. ഇനി നന്ദ മഹാരാജൻ ബാക്കി കുമാരിൽ നിൽക്കണമെന്ന് ഇനി പിടിച്ചു നിന്നിട്ട് കാര്യമില്ല. അവിടെ ചാടാൻ തന്നെ പോകണം. ഇനി കൃഷ്ണനെ രക്ഷിക്കാൻ മാത്രമേ അവർക്ക് പോകുന്നുള്ളൂ. കൃഷ്ണൻ അവിടെ വരിഞ്ഞ് മുറുകിപ്പെട്ടിരിക്കുമ്പോൾ താങ്കൾ എന്തിനും ഇവിടെ നിൽക്കണം? തനിക്ക് ഒരേ ഒരു അവർക്കറിയാം വിഷം നിറഞ്ഞാണ്. ശ്വാസം അതൊന്നും ആലോചിക്കുന്നില്ല. കൃഷ്ണനെ എങ്ങനെയെങ്കിലും ആ സർപ്പത്തിന്റെ ചുരുളിൽ നിന്ന് രക്ഷിക്കണം. അത് മാത്രം അവർക്ക് ചിന്തയുള്ളൂ. അതുകൊണ്ട് നന്ദമഹാരാജാവും അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള അനുയായികളും ഇവനൊന്ന് അതിലേക്ക് ചാടാൻ നോക്കുക. പക്ഷെ ബലരാമന്, കൃഷ്ണനെ കുറിച്ച് സകല കാര്യങ്ങൾ അറിയുന്ന ബലരാമൻ ഇത് മനസ്സിലാക്കി അവരെ തടയാണ്. എങ്ങനെ തടഞ്ഞു എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ചില ആൾക്കാരെ സനാതന ഗോസ്വാമി ചില ആൾക്കാരെ അവരുടെ നല്ലമായി വർത്താനം പറഞ്ഞ് ഇന്നലെ ചാണ് കൃഷ്ണനൊന്നും സംഭവിക്കില്ല, നിങ്ങൾ ശാന്തരാകൂ, ക്ഷമയായിട്ടിരിക്കൂ, കുറച്ച് കഴിഞ്ഞാൽ എല്ലാം ശരിയാകും, കൃഷ്ണൻ അവിടെ പുറത്തു വരും, കൃഷ്ണനെ തടയാൻ ആർക്കും കഴിയില്ല, കൃഷ്ണനെ ഉപദ്രവിക്കാൻ ആർക്കും കഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ചില ആൾക്കാരെ നിർബന്ധമായിട്ട് പിടിച്ചു നിർത്തേണ്ടി വന്നു. അവർ ചാടാൻ നോക്കുമ്പോൾ അവർ തുണിഞ്ഞു, അവരെ അവർ പിടിച്ച് കെട്ടി മാറ്റി നിർത്തി. ചില ആൾക്കാരെ മന്ദഹസിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് അവിടെ നിന്നോ പേടിക്കാനില്ല, അവർക്കൊരു ആത്മവിശ്വാസം നൽകുന്ന രീതിയിൽ ചിരിക്കുകയാണ്. ഇവിടെ വിശ്വാസ ചക്രവർത്തി പറയുന്നുണ്ട്, ബലരാമൻ ഇവരെ പിടിച്ചു നിർത്തുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട്, ഗർഗാചാര്യൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളുടെ എല്ലാ വിപത്തിൽ നിന്നും ഈ കൃഷ്ണൻ രക്ഷിക്കുന്ന. ഇത് മനസ്സിൽ വെച്ച് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കൃഷ്ണൻ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ക്ഷമയോടെ ഇരിക്കൂ. If you all jump the river and drown, who will maintain and raise Krishna when he comes back? നിങ്ങൾ അതിൽ ചാടി മുങ്ങിപ്പോവുകയാണെങ്കിൽ കൃഷ്ണൻ തിരിച്ചു വന്നാൽ കൃഷ്ണനെ ആര് നോക്കും? കൃഷ്ണനെ ആര് വളർത്തും? കൃഷ്ണനെ വേണ്ട കാര്യങ്ങൾ ആര് ചെയ്തു കൊടുക്കും? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ? ആ മാത്രമല്ല, നിങ്ങൾ ഗർഗമുനിയുടെ ഉത്തരവ് നിങ്ങൾ നിഷേധിക്കും. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ചാടിക്കഴിഞ്ഞാൽ, നിങ്ങൾ മുങ്ങിക്കഴിഞ്ഞാൽ കൃഷ്ണനെ നോക്കാൻ ആളില്ലാണ്ട്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ
ബലരാമനെ സന്ദർഭോചിതമായിട്ട് ചില ആർഗ്യുമെന്റ്സ് നിരത്താണ്. അങ്ങനെ ഇവരെല്ലാം തടഞ്ഞു നിർത്തുകയാണ്. ഇനി അടുത്ത ശ്ലോകങ്ങൾ കൃഷ്ണൻ എന്താ ചെയ്യാൻ പോകണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.